ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവദർശനം ശ്ലോകം 4. മൂന്നാമത്തെ ശ്ലോകത്തിൽ ഒരമ്മയുടെ വാത്സല്യം, പിതാവിൻ്റെ വാത്സല്യം എല്ലാം നമ്മൾക്ക് ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാം. കാരണം ശിവൻ അർദ്ധനാരീശ്വരനാണ്, പകുതി ഭാഗം അമ്മയാണ്. അപ്പോൾ വാത്സല്യനിധിയായ അമ്മ കുഞ്ഞിനെങ്ങനെയാണോ പാൽ ചുരത്തി കൊടുക്കുന്നത്, അതുപോലെ നമ്മൾക്ക് നല്ല വാക്കുകൾ, സൂക്തികൾ തന്നവനാണ് ഭഗവാൻ. ലോകത്തിൽ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സാംസ്കാരിക പശ്ചാത്തലങ്ങളിലും ഈ സൂക്തികൾ ഉണ്ടായിട്ടുണ്ട്. തിരുവാചകങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്, മനുഷ്യനുള്ളിടത്തെല്ലാം. അപ്പോൾ ഈ തിരുവാചകത്തിൻ്റെ രഹസ്യം, ഈശ്വരൻ്റെ ആ രഹസ്യം സ്വന്തമാക്കുന്നതിന് വേണ്ടി ഇരന്നു നിൽക്കുന്നു, ഭിക്ഷയാചിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അത് ലഭിച്ചാൽ അതിൽ ഞാൻ എൻ്റെ ശിരോഅലങ്കാരമാക്കി വെക്കും. ഞാൻ എൻ്റെ തലയിൽ അത്രയ്ക്ക് സൂക്ഷിച്ച് എൻ്റെ അലങ്കാരമാക്കി ഞാൻ വെക്കും എന്നാണ് ശിവജ്ഞാനബോധത്തെക്കുറിച്ച് ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ശിവജ്ഞാനബോധം ഉണ്ടാവണം, ഉണ്ടായാലത് നമ്മളെ തലയിൽ വെച്ച് സൂക്ഷിക്കും. അത്രയ്ക്ക് പവിത്രമായ അത് അങ്ങനെ നമ്മൾക്ക് എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ മായകളും ഉണ്ടാക്കുന്നതും അതിന് അത് കണ്ട് രസിക്കുന്നതും അതിനെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതും സായുജ്യത്തെ നൽകാൻ കഴിയുന്നതും എല്ലാം ഒരാൾക്കു മാത്രമാണ്, എല്ലാം അങ്ങയ്ക്കു മാത്രമാണ് എന്ന ആ സത്യത്തെ അറിയാൻ, അതിനെ തിരയാൻ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. ഈശ്വര അനുഗ്രഹം അതിന് എനിക്ക് ഉണ്ടാകണമേ എന്നാണ് 3-ാം ശ്ലോകത്തെ കൊണ്ട് പറഞ്ഞു വെച്ചത്. 4-ാമത്തെ ശ്ലോകം. ശനൈരുയർന്നുയർന്നു വന്നു നിന്നു കൊന്നു തിന്നിടും ദിനം ദിനം ദിനേശൻ ഇന്ദുവെന്നു രണ്ടു കന്തുകം മനം കവിഞ്ഞു മാറിയാടുമങ്ങു മണ്ണൊടെണ്ണുമീ ജനം നിനയ്ക്കുമൊക്കെയും ജയിക്കുമാതി ദൈവമേ. അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ പൊങ്ങി പൊങ്ങി വന്ന് നിൽക്കുകയും പിന്നീട് അങ്ങ് മറഞ്ഞു പോവുകയും അതുപോലെ സകലതിനെയും വരാനും നിൽക്കാനും ഇല്ലാതാക്കി തീർക്കാനും ഇടയാക്കുന്നതുമാണ് ദിവസം തോറും മാറി മാറി വരുന്ന സൂര്യനും ചന്ദ്രനും എന്ന 2 പന്തുകൾ, കന്തുകങ്ങളാണവർ. ആ പന്തുകൾ അല്ലെങ്കിൽ ആ ഗോളങ്ങൾ അത് വരുന്നു, നിൽക്കുന്നു, മറയുന്നു. അപ്പോൾ മനസ്സിൻ്റെ ചിന്തയ്ക്കും ഭാവനയ്ക്കുമൊക്കെ അപ്പുറത്ത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്കെല്ലാം അതീതനായി നിന്നുകൊണ്ട് സൂര്യൻ വരുന്നു, ചന്ദ്രൻ വരുന്നു, അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലേ? ഈ മാറ്റങ്ങൾക്ക് അതീതമായിട്ട് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു ആദിദൈവമായിട്ടുള്ളവനായ അങ്ങ്. സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുകയും അത് സത്യമെന്ന് കരുതി പോരുകയും ചെയ്യുന്ന മണ്ണുണ്ടല്ലോ, പഞ്ചഭൂതങ്ങൾ എണ്ണിയെടുക്കാവുന്ന സകലതിനും അതീതനായിട്ടുള്ളവനാണ് നീ. ഇതിനെല്ലാം അതീതമാണ്. അപ്പോൾ ദിവസവും വരികയും ഉയർന്നു വരുന്നു, ആകാശത്തിൽ തെളിഞ്ഞു കാണുന്നു, പിന്നീട് അങ്ങ് മറഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള പന്തുകളാണ് സൂര്യനും ചന്ദ്രനും. ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സകല ജീവജാലങ്ങൾക്കും എന്ത് സംഭവിക്കുന്നു? അല്ലെങ്കിൽ സകല ജീവജാലങ്ങളെയും അവ കൊന്നു തിന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് കൊല്ലുന്നത്? അതായത് ഇത് കഴിയുമ്പോൾ അത്രയും പ്രായം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മനുഷ്യന്, അല്ലേ? നമ്മൾ കാലത്തിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ച നാടകമാകുന്ന ഈശ്വരൻ മനസ്സുകൊണ്ട് സങ്കല്പിക്കാനോ ചിന്തിക്കാനോ
ആകുന്നതിന് അപ്പുറത്ത് അപ്രമേയതയുടെ തലത്തിൽ മാറി നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നു. ഇതൊന്നും കാണാതെ, ഇതിലൊന്നും ഇടപെടാതെ അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അത് ജനങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മളൊക്കെ ഭൂതഭൗതികമായ വസ്തുക്കളെയാണ്, മണ്ണ് മുതലായ പഞ്ചഭൂതങ്ങളെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ സകലത്തിനും ആദി കാരണമായിരിക്കുന്ന ദൈവമേ, അങ്ങനെ അതിനെയൊക്കെ അത് ജയിച്ചു നിൽക്കുന്നവനാണ് ഭഗവാൻ. ഈ നടനത്തിൻ്റെ ഭാവമുഖങ്ങളാണ് ഇവിടെ തെളിഞ്ഞു വരുന്നതും മറഞ്ഞു പോകുന്നതും എല്ലാം തന്നെ. അതുളവാക്കുന്ന സുഖവും ദുഃഖവും അല്ലെ. ഇവിടെ സൂര്യൻ വരുമ്പോൾ നമുക്ക് പ്രകാശം, അത് കഴിയുമ്പോൾ സൂര്യൻ പോയി കഴിയുമ്പോൾ ഇരുട്ട്, ഇങ്ങനെ എല്ലാം ഇങ്ങനെ മാറി. ആ കാലമാകട്ടെ, കാലം എങ്ങനെയാണ് നിമിഷങ്ങളായി, മണിക്കൂറുകളായി, ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി ഇങ്ങനെ കടന്നു പോകുന്നു. ഇരുട്ടും വെളിച്ചവും മാറി മാറി വരും. സൂര്യൻ ഉദിക്കുമ്പോൾ പകല്, അപ്പോൾ എല്ലാ ജീവജാലങ്ങളും ഊർജ്ജസ്വലരായിരിക്കും. എന്നാൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ടാകും, അപ്പോൾ ജീവജാലങ്ങളെല്ലാം ഉറക്കത്തിൽ പോകും. ഇതിനിടയിൽ രാത്രിയിൽ പൂനിലാവ് വീശാൻ ചന്ദ്രൻ ഉദിക്കുന്നുണ്ട്. എങ്കിലും ഇങ്ങനെ ഇരുട്ടിലും വെളിച്ചത്തിലും കൂടി, ഊർജ്ജസ്വലതയിലും മയക്കത്തിലും കൂടി, സുഖത്തിലും ദുഃഖത്തിലും കൂടി കാലം ഇങ്ങനെ കടന്നു പോകുന്നു. നമ്മുടെ എല്ലാം ആയുസ് കുറയുകയാണ്, അവസാനം ഒടുങ്ങുകയും ചെയ്യും, ആയുസ് തീരുകയും ചെയ്യും. അതുകൊണ്ട് ദിവസവും ഉദിച്ചു വരികയും മറഞ്ഞു വരികയും ചെയ്യുന്ന സൂര്യചന്ദ്രന്മാരാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? നമ്മളെ കൊന്നു തിന്നുകൊണ്ടിരിക്കുക. കുറേശ്ശെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു കാവ്യഭാവനയോടെയാണ് ഇവിടെ ഗുരു അത് പറഞ്ഞിരിക്കുന്നത്. നിന്റെ നൃത്തത്തിൻ്റെ ബാഹ്യമുഖം മാത്രമാണ്. ആന്തരിക സ്വരൂപം കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് മനസ്സിന് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അത് സർവത്തിനും അതീതമാണ്. ഈ നൃത്തത്തിൻ്റെ ബാഹ്യമുഖമല്ലാതെ ആന്തരിക മുഖം മനസ്സിന് കാണാൻ കഴിവില്ല. അതുകൊണ്ട് നിന്റെ നടനഭാവങ്ങളെ കണ്ടിട്ട് അത് തന്നെയാണ് സത്യമെന്ന് കരുതി സമാധാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ സത്യം. മണ്ണ് സത്യമാണ് അല്ലേ, വായു സത്യമാണ്, ജലം സത്യമാണ്. ഇങ്ങനെയെല്ലാം കാണുന്നതെല്ലാം സത്യമായി നമ്മൾ വിചാരിക്കുന്നു. കാരണം അതിൽ നമ്മൾ സമാധാനിക്കുന്നു. യഥാർത്ഥ സത്യത്തെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അവയുടെ ഗുണവിശേഷങ്ങളുടെ സംയുക്ത രൂപമായി ഈ ലോകം നമ്മൾ കാണുന്നുണ്ട് അല്ലേ. നീ ആകട്ടെ ഈ ഭാവപ്രകടനങ്ങൾക്കെല്ലാം കാരണമായി അതിനെയൊക്കെ ജയിച്ച് അതിനപ്പുറത്ത് നിൽക്കുന്ന ആദിമമായ പ്രകാശം, ആദിമപ്രകാശമായ ശിവൻ, ആദിദൈവം എന്നാൽ ആദിമമായ പ്രകാശം. അതായത് സദാശിവനായ നീ കാലാതീതനാണ് അല്ലേ. കാലനിക്കും കാലൻ എന്നാണ് ശിവനെ നമ്മൾ വിളിക്കുന്നത്. ഭാവാതീതനാണ്, ഭാവങ്ങൾക്കെല്ലാം അതീതനാണ്. കാലപ്രതീതി, ഭാവപ്രതീതി ഇതെല്ലാം ഭഗവാനിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഇതിനെല്ലാം അതീതനായി നിൽക്കുന്ന ആ സദാശിവനെ നമ്മൾ ദർശിക്കണം. എങ്ങനെ ദർശിക്കണം? നമ്മളിൽ തന്നെ ഇത് രണ്ടിനെയും ഒന്നാണ്. ഇതിനെല്ലാം കാലത്തിനെല്ലാം അതീതമാണ്, അത് ഭാവങ്ങൾക്കെല്ലാം അതീതമാണ്. അങ്ങനെ ഉണ്ടാകുന്നെങ്കിലും കാലപ്രതീതിയും ഭാവപ്രതീതിയും നമ്മൾക്ക് ലഭിക്കുന്നു. അതിൽ നമ്മൾ മയങ്ങിപ്പോകാതെ ഇതിനൊക്കെ അതീതമായ ഒന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്നാണ് 4-ാം ശ്ലോകത്തെ കൊണ്ട് ഗുരു നമ്മൾക്ക് പറഞ്ഞു തന്നത്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.